ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വാൻകൂവറിൽ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇവിടുത്തെ ഒരു പാർക്കുണ്ട്, സ്റ്റാൻലി പാർക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. സ്റ്റാൻലി പാർക്കിലും കൊണ്ടൊന്ന് കയറി റൗണ്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകാം. അതായത് വലിയ പാർക്കാണ്. ഏകദേശം 1000 ഏക്കറോളം വലിപ്പമുള്ള പാർക്കാണ്. ഇത് സിറ്റിക്ക് നടുവിൽ തന്നെയാണ്. സിറ്റിക്ക് നടുവിൽ തന്നെ ഒരു വലിയൊരു ഫോറസ്റ്റ് എന്ന് പറയാം. അതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു കാട്ടിനകത്തോട് കയറി പോകുന്ന പോലെ തോന്നും. പിന്നെ അവിടെ കുറേ ചെടികളും മരങ്ങളും, ഇപ്പം എനിക്ക് തോന്നുന്നു ചെറി ബ്ലോസം സീസൺ ആയതുകൊണ്ട് ഒരുപാട് മരങ്ങളൊക്കെ പൂത്ത സമയമാണ്. അപ്പം ഇവിടെ ചെറി ബ്ലോസം എന്ന് പറയുന്ന ഒരുപാടുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഏകദേശം 48,000 മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് ജപ്പാൻകാർ ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയ മരങ്ങളാണ്. മരങ്ങളെന്ന് വെച്ചാൽ കുഞ്ഞ് മരത്തിൻ്റെ തൈകൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയത് ഇപ്പം വളർന്ന് വലുതായി. ഇപ്പം സിറ്റി കൗൺസിൽസൊക്കെ പിന്നെയും മരങ്ങൾ നടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. ഇത് ശരിക്കും നമ്മൾ പോകുമ്പം ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും 1000 ഏക്കറില്ലേ, അതിൻ്റെ ഒരു സൈഡ് മുഴുവനും ഓഷ്യനാണ്. അതായത് കടൽ നീണ്ടു കിടക്കുക. നമുക്ക് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഫോറസ്റ്റും ഒരു സൈഡിൽ കടലും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഇതിനുള്ളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം, പിന്നെ സൈക്കിൾ എടുത്തിട്ട് പോകാം, പിന്നെ നടക്കുന്നവരുണ്ട്. ചിലർ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം പോരാ ഇതിനകത്ത് നമുക്ക് നടക്കാനും എൻജോയ് ചെയ്യാനും. ഇതിനകത്ത് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാൽ ലയൺ സ്കേറ്റ് കാണാം. ഈ ലയൺ സ്കേറ്റ് എന്ന് പറയുന്നത് ഫേമസ് പാലമാണ്. ഇത് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇത് എന്തിനാ പണിതെന്ന് വെച്ചാൽ നോർത്ത് വാൻകൂവർ എന്ന് പറയുന്ന സൈഡിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊരു ബിസിനസ്സുകാരൻ, ഗിന്നസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ ഈ പാലം പണിതതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് ലയൺസ് എന്ന് പറയുന്നതിന് കാരണം നമുക്ക് ആ പാലത്തിനകത്തൂടെ കയറി പോകുമ്പോൾ അറിയാം, 2 മലകൾ, 2 പർവ്വതങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതിലേക്കാണ് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഈ സ്റ്റാൻലി പാർക്കിൻ്റെ മേളിൽ നിന്നാൽ ഈ ലയൺ സ്കേറ്റ് കാണാം. പിന്നെ ഈ ലയൺ സ്കേറ്റിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുറേ ഹോളിവുഡ് സിനിമകളുടെയും സീരീസുകളിലും ഈ ലയൺ സ്കേറ്റ് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ ഓപ്പണിംഗ് സീനിലൊക്കെ ബ്രിഡ്ജ് കൊളാപ്സ് സീനൊക്കെ ഈ ബ്രിഡ്ജിനെ ബേസായി എടുത്തിട്ടുള്ളതാണ്. അതായത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 5, പിന്നെ ഡെഡ് പൂള്, പിന്നെ എക്സ് ഫയൽസ്, സൂപ്പർ നാച്ചുറൽ, അങ്ങനത്തെയൊക്കെ. കാരണം വാൻകൂവർ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം സിറ്റി എന്നും കൂടെ പറയാം. കാരണം കൂടുതൽ ഹോളിവുഡ് മൂവീസ് ചെയ്യുന്നുണ്ട് ഇവിടെ വാൻകൂവറിൽ. നമുക്ക് കാണാം പലയിടത്തും മൂവീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നമുക്ക് പോകുമ്പോൾ കാണാം.
പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ സൈക്കിളിൽ പോകുന്നത് കണ്ടോ റൈറ്റ് സൈഡിൽ. ഇത് റൈറ്റ് സൈഡിൽ നമുക്ക് ഈ കാണുന്നത് കടലാണ് കേട്ടോ. കടൽ കയറി കിടക്കുന്നതാണ്. ഇതിനുള്ളിൽ ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് പിക്നിക്ക് പോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഇതിനകത്ത് തന്നെയാണ് വാൻകൂവറിൽ അക്വേറിയം ഉള്ളത്. അപ്പം അക്വേറിയത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതും ഇവിടെയാണ്. പിന്നെ ഞാൻ വന്ന സമയത്ത് ചെറിയൊരു ക്ലൗഡി ടൈമായിരുന്നു. പക്ഷേ വെയിൽ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും ദൂര സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ വാൻകൂവർ സിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല, ദൂര സ്ഥലത്തുനിന്ന് വരെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ഇങ്ങനെ ഒരുപാട് സിഡാർ മരങ്ങളുണ്ട്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള 300-400 വർഷം പഴക്കമുള്ള. ഇവിടെ ഒരു ഹോളോ ട്രീ ഉണ്ട്. ഇതിൻ്റെ ട്രങ്ക് ഇത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളത് കൊണ്ട് ഈ മരത്തിനെ ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി അനുഭവിച്ചിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് നേഷൻ, ഇവിടുത്തെ ഫസ്റ്റ് നേഷൻ ഇൻഡിജീനിയസ് ആൾക്കാർക്ക് ഈ മരം ഒരു പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ ക്യാനോ നിർമ്മിക്കാനും വീടുകളും വസ്ത്രങ്ങളും ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ച മരമായത്. അതുകൊണ്ട് ഈ സീഡാർ മരങ്ങൾ നശിക്കാൻ ഗവൺമെൻറ്റിനും താല്പര്യമില്ല. അതുകൊണ്ട് ഇത് പ്രിസർവ് ചെയ്തിട്ട് കണ്ടില്ലേ, കുറേ കമ്പല്ലല്ലോ മെറ്റലിൽ നാട്ടി നിർത്തിയിരിക്കുക. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത് ചെല്ലുമ്പോൾ നല്ല വലിപ്പം തോന്നും. നമുക്ക് അതിനകത്ത് ഉള്ളിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഈ പാർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ സിഡാർ മരങ്ങൾ തന്നെയാണ്. പിന്നെ ഡഗ്ലസ് ഫെർ എന്ന് പറയും, ആ മരവും ഉണ്ട്. സാധാരണ ഈ സിഡാർ മരങ്ങൾ ഭയങ്കരമായിട്ട് പഴക്കമുള്ളതാണ്. ഉള്ളിൽ ഈ പൊത്തൊക്കെ ഉള്ളതായിരിക്കാം. നമ്മൾ കാണുന്ന വലിയ ഈ മരങ്ങളൊക്കെ അകത്ത് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. കാരണം ചില സമയത്ത് ഇവിടെ കാട്ടുതീയൊക്കെ പോലെ വരുമ്പം ഈ മരത്തിൻ്റെ ഉള്ള് കത്തിപ്പോവും, പുറം നല്ല ഇൻടാക്റ്റായിട്ട് നിൽക്കും. അതായത് പുറത്ത് ഇതിൻ്റെ ബാർക്കിന് ഒന്നും സംഭവിക്കത്തില്ല. ഈ തീ പിടിച്ചാൽ ഈ പുറത്തെ തൊലി ഇങ്ങനെ ജീവിച്ചിരിക്കും. അതുകൊണ്ട് അതിനെ ഇങ്ങനെ നശിപ്പിച്ച് കളയാനായിട്ട് ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ കുറേ ചെടികളുണ്ട്, ഇങ്ങനെ കുറേ മരങ്ങളുണ്ട് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്ഥലം സ്റ്റാൻലി പാർക്കിൽ കുറേ ഡ്രൈവ് ചെയ്തിങ്ങനെ പോകുമ്പം, ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 1000 ഏക്കറോളം ഉണ്ടെന്ന്, കുറേ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സൈഡിൽ ബീച്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇറങ്ങി കളിക്കാം, കുട്ടികൾക്കൊക്കെ കളിക്കാം. നല്ല ഭംഗിയുള്ള ബീച്ചസാണ്. പിന്നെ ഇവിടുത്തെ ബീച്ചിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലുള്ള ബീച്ചല്ലേ, നല്ല നീല വെള്ളം, അങ്ങനെ വലിയ തിര അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ ബീച്ചസൊക്കെ തിരയില്ല, ഭയങ്കര സ്ലഗ്ഗിഷാണ്. അയ്യോ എനിക്ക് വയ്യായ തിരയടിക്കാനെന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു മിനറൽസിൻ്റെ വ്യത്യാസമാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കളർ വ്യത്യാസമുണ്ട്, ഒരു ബ്രൗണിഷ് ഗ്രീനിഷ് കളറാണ് ഇവിടുത്തെ കടലിലെ വെള്ളത്തിന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് 1888 ഈ പാർക്ക് ഒഫീഷ്യലി തുറന്നത്. ഈ സ്റ്റാൻലി പാർക്കിന് പേര് കിട്ടാൻ കാരണം ഇവിടുത്തെ കാനഡയുടെ ഒരു ഗവർണർ ജനറലിൻ്റെ പേരായിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ പാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ശരിക്കും ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്. ഇത് കോസ്റ്റ് സാലിഷ് എന്ന് പറയുന്ന ജനങ്ങൾ താമസിച്ചിരുന്ന ഭൂമിയാണ്, അതായത് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസ്. പിന്നെ ബ്രിട്ടീഷ് കാലത്ത് മിലിറ്ററി റിസർവ് ആയിരുന്നു ഇവിടെ, പിന്നീട് പാർക്കാക്കി മാറ്റുമെന്ന് പറയുന്നു. പിന്നെ ഇത് കൊളോണിയൽ പ്ലസ് ഇൻഡിജീനിയൽ മിക്സ് ഉള്ളതുകൊണ്ട് ഹിസ്റ്ററിയിൽ ഇതൊരു മിക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഏകദേശം ഇതിൽ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ആണ് പറയുന്നത്. വെസ്റ്റേൺ സിഡാർ മരങ്ങളും ഡഗ്ലസ് ഫിറും ഹെംലോക്കും അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കാണാത്ത മരങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഫുൾ 500-1000 വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ ഇതിലെ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബീച്ചിൽ കുറേ ഷിപ്പുകൾ നിരത്തി നിർത്തിയിട്ടേക്കുന്നത്. എനിക്കൊന്ന് വാറിൻ്റെ കാരണമാണെന്ന് തോന്നുന്നു. സാധാരണ ഇവിടെ ഇങ്ങനെ ഇത്രയും ഷിപ്പുകൾ ഇങ്ങനെ ഡോക്ക് ചെയ്ത് നിർത്താറില്ല. മേ ബി വാറിന് കാരണമായിരിക്കാം പോകാൻ പറ്റാത്ത, ഇവിടുന്ന് കയറ്റി പോകുന്ന സാധനങ്ങൾ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് പോകേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഹോൾട്ട് ചെയ്ത് കിടക്കുകയെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ആണെങ്കിൽ ഈ ഫേമസ് സീ വോൾ എന്ന് പറയും. ഇത് ലോക പ്രശസ്തമാണ്. ഇതിന് 9 കിലോമീറ്റർ സീ വോളിൻ്റെ നീളമുണ്ട്. പിന്നെ ഈ സ്റ്റാൻലി പാർക്കിൽ വേറെ അട്രാക്ഷൻ എന്ന് വെച്ചാൽ കുറേ ടോട്ടം പോൾസ് ഉണ്ട്. അത് ഞാൻ എടുത്തില്ല. ടോട്ടം പോൾസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൾച്ചറൽ ഹൈലൈറ്റ് ആണ്. അതായത് പഴയ ഇൻഡിജീനിയസ് ഫസ്റ്റ് നേഷൻ്റെ ആർട്ട് റെപ്രസെൻറ്റേഷനാണ് ടോട്ടം പോൾസ്. അതിൽ പിന്നെ വേറെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അവർ ഇങ്ങനെ ടോട്ടം പോൾസ് പല സ്ഥലത്തും ഇങ്ങനെ ഇവരുടെ വെച്ചിരിക്കും. പിന്നെ ഈ ഐക്കോണിക് വ്യൂ ഈ സ്റ്റാൻലി പാർക്കിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ലയൺസ് ഗേറ്റ്. നമുക്ക് ആ ലയൺസ് ഗേറ്റിലൂടെ പോകാം, പക്ഷേ വൃത്തിയായിട്ട് ഇങ്ങനെ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വരുന്നത് ഈ സ്റ്റാൻലി പാർക്കിനകത്ത്. പിന്നെ നമുക്കിവിടുന്ന് കാണാം നോർത്ത് ഷോർ മൗണ്ടൻസ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ലയൺസ്, 2 ലയൺ നിൽക്കുന്ന പോലെയുള്ള മൗണ്ടൻസ് ആണ്. പിന്നെ ഒരു
ചില ഭാഗങ്ങളിൽ ഓൾഡ് മിലിറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. പഴയ വില്ലേജ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിജിനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയാണ്. പണ്ടൊക്കെ കുറേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്റ്റാൻലി പാർക്ക് ഒരു സാധാ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാർക്കല്ല. ഇത് ജസ്റ്റ് ഒരു ഒരു ഇൻഡിജീനിയസ് കൾച്ചറൽ റെയിൻ ഫോറസ്റ്റാന്ന് പറയാം. പിന്നെ ഈ സ്റ്റാൻലി പാർക്ക് ഒരു റൗണ്ട് ചുറ്റി എനിക്ക് തോന്നുന്നു ഏകദേശം അരമണിക്കൂർ ഒരു റൗണ്ട് ചുറ്റിയിട്ട് പുറത്തേക്ക് പോകുമ്പം എക്സിറ്റ് വരുന്നത് സിറ്റിയിലേക്കുള്ള എക്സിറ്റാണ്. കണ്ടില്ലേ, ഇവിടെ ഭയങ്കര വലിയ ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റ്സിലെ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വരാനൊക്കെ ഈസിലി ആക്സസിബിളാണ്. പക്ഷേ ഏതായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ സ്പ്രിങ് സമ്മർ ടൈമിൽ കുറേ ഈ ഗൂസില്ലേ, താറാവുകൾ, പറക്കുന്ന താറാവുകൾ, നമ്മുടെ നാട്ടിലെ നാടൻ താറാവുകളല്ല, ഇങ്ങനെ ദേശാടന താറാവുകളുണ്ട്. അത് വന്നിട്ട് ഇവിടെ ഒരുപാടുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വെച്ചാൽ സമ്മർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് കാർ എടുത്തിട്ട് വരാം. കാറിൽ നിന്ന് ഇറങ്ങണ്ടാത്തവർക്ക് കാറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ കാണാം. പിന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി അടിച്ച് നടക്കാം. അങ്ങനെ നല്ല എന്ന് വെച്ചാൽ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമായി സ്റ്റാൻലി പാർക്ക്. അങ്ങനെ ഞാൻ പാർക്കിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. നമ്മൾ എക്സിറ്റ് അടിക്കുമ്പം സിറ്റിയിലേക്ക് തന്നെ പോകുന്നത്. ഒരു റൗണ്ട് അടിക്കാം, ഒരു ഏകദേശം ½ ആൻ അവർ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ കയോട്ടീസ് ഉണ്ടായിരുന്നേ. കയോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫോക്സിൻ്റെ ഒക്കെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അന്നത്തെ സമയത്ത് 2 വർഷം മുമ്പൊക്കെ കുറേ പേരെ കടിച്ചിരുന്നു വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഗവൺമെൻറ് ഇതിനെ യൂത്തനൈസ് ചെയ്തു. കുറേ കടിയന്മാരെ യൂത്തനൈസ് ചെയ്തെന്ന് വെച്ചാൽ കൊന്നു. ഇനിയിപ്പം കടിക്കാത്ത ആൾക്കാരൊക്കെ കാണും ഇതിനുള്ളിൽ. ഹൈക്കിങ് ചെയ്യുന്നവരൊക്കെ പിന്നെ എക്സ്ട്രാ കോഷൻസ് ഒക്കെ എടുക്കണം, അതിനെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെല്ലലെന്നൊക്കെ പറയും. എങ്കിലും ഇത് നല്ലൊരു 1 ഡേ ട്രിപ്പാണ്. അപ്പം എല്ലാവർക്കും ബൈ.